ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും കൃപയും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് വചനം നിൻ വചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, ജൂൺ മാസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയ വണക്കവാസത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ്. അതുകൂടാതെ തന്നെ ജൂൺ മാസത്തിലെ 3-ാം ഞായറാഴ്ച ലോകമെമ്പാടും, പ്രത്യേകിച്ച് അമേരിക്കയോ, ഫാദേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ്. പിതാക്കന്മാരെ, അപ്പന്മാരെ ആചരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ദിവസം. അതുപോലെ തന്നെ 3-ാം ഞായറാഴ്ച ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. ഈ വീഡിയോയിൽ കൂടി ഇന്ന് നമ്മൾ ഒരു അപ്പൻ, ഒരു പിതാവ് ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു അപ്പനെ ബഹുമാനിക്കേണ്ട രീതി, മക്കൾ ബഹുമാനിക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിൽ അപ്പൻ്റെ സ്ഥാനം എന്തായിരിക്കണം, അപ്പൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുവാനായിട്ട് മാറ്റിവെക്കുകയാണ്. 1966 അമേരിക്കൻ പ്രസിഡന്റായ ലിൻഡൻ ജോൺസൺ ആണ് ഫാദേഴ്സ് ഡേയെ പറ്റി ചിന്തിക്കുകയും, എന്നാൽ പ്രസിഡന്റ് നിക്സൺ ആണ് 1976 അത് ഒരു ഒഫീഷ്യൽ ബില്ലിൽ കൂടി അത് ഒഫീഷ്യലായി അംഗീകരിക്കപ്പെട്ട ഒരു ഫാദേഴ്സ് ഡേ ആയി മാറ്റിയത്. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോകത്തിൽ പലതരത്തിലുള്ള ഫാദേഴ്സിനെ കാണുവാൻ നമുക്ക് കഴിയും. അതായത് ബയോളജിക്കൽ ഫാദർ, ഗോഡ് ഫാദർ, ഫാദർ ഇൻ ലോ, ഗ്രാൻഡ് ഫാദർ, സ്റ്റെപ്പ് ഫാദർ, ഹെവൻലി ഫാദർ, സ്പിരിച്വൽ ഫാദർ എന്നിങ്ങനെ പലതരത്തിലുള്ള ഫാദേഴ്സിനെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുവാൻ, ജാതനാകുവാനായി, പിറക്കുവാനായി ഇടയായി തീർന്ന നമ്മുടെ പിതാവ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ എത്ര വായിച്ചാലും തീരാത്ത, കൊതി തീരാത്ത ഒരു പുസ്തകമാണ് അമ്മ എന്ന പുസ്തകം. ഒരു അമ്മയെ ജീവിതകാലം മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കുവാൻ പറ്റാത്ത, സ്നേഹിച്ചു തീരാൻ പറ്റാത്ത, അത്രയേറെ ആഴവും വ്യാപ്തിയും സ്നേഹവും അടങ്ങിയ ഒരാളാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ സ്നേഹമാണെങ്കിൽ അപ്പൻ കാരുണ്യവും കരുതലുമാണ്. ഈ കാരുണ്യവും കരുതലും സ്നേഹവും ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമാണ് കുടുംബമായി മാറുന്നത്. കുടുംബത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് തന്നെ കൂടുവാൻ ഇൻപമുള്ളതാണ് കുടുംബം. കൂടുവാൻ ഇൻപമില്ലെങ്കിൽ അതിനെ കുടുംബം എന്ന് വിളിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അമ്മ എന്ന പുസ്തകം എഴുതി തീരാത്ത ഒരു പുസ്തകമാണെങ്കിൽ, വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു പുസ്തകമാണെങ്കിൽ, ഒരു പിതാവ് എന്നത് ആ പുസ്തകം എഴുതുവാനായി വെളിച്ചമായി തീരുന്ന ഒരാളാണ്. പ്രിയ സഹോദരങ്ങളെ, നാം പിച്ചവെച്ച് നടന്ന അവസരത്തിൽ പലപ്പോഴും അപ്പൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള കയ്യിലുള്ള പിടുത്തം പലപ്പോഴും നമ്മൾ തട്ടി മാറ്റാറുണ്ട്. സ്വന്തമായി നടക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്. നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ പിതാവ് പലപ്പോഴും നാം തെറ്റ് ചെയ്യുമ്പോൾ നമ്മെ ശിക്ഷിക്കാറുണ്ട്. അങ്ങനെ ശിക്ഷിക്കുന്ന ആ കരങ്ങൾ തന്നെ പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ ആ കൈകൾ തന്നെയാണ് നമ്മളെ തലോടി ഉറക്കുന്നത്. മക്കളെ ശിക്ഷിച്ചതിന് ശേഷം മക്കൾ ഉറങ്ങുമ്പോൾ രഹസ്യമായി അമ്മയോട് ചോദിക്കും, ആ ശിക്ഷണത്തിൽ അവനെ ശിക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ അവളെ ശിക്ഷിച്ചപ്പോൾ മകൾക്ക് വേദനയെടുത്തോ, അവൾക്ക് നൊമ്പരപ്പെട്ട് കാണുമല്ലേ എന്ന് തിരക്കുന്ന ഒരു അപ്പനെ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കരയുന്ന അപ്പനെ നാം എപ്പോഴാണ് നാം കാണുന്നത്? ചുരുക്കമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അപ്പന് ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല, അപ്പന് കരയുവാൻ കണ്ണുനീരില്ലാഞ്ഞിട്ടല്ല. പലപ്പോഴും അപ്പൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ ഒതുക്കി മുമ്പോട്ട് പോവുകയാണ്. കുടുംബത്തെ നാം ഒരു വിദ്യാലയമായി സങ്കല്പിച്ചാൽ ആ കുടുംബത്തിലെ അധ്യാപികയാണ് അമ്മ. ആ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പളാണ് ആ കുടുംബത്തിലെ അപ്പൻ.
അധ്യാപിക ശരിയല്ലെങ്കിൽ, ഹെഡ് മാസ്റ്റർ ശരിയല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു അപ്പനും അമ്മയും പലപ്പോഴും മക്കളെ പഠിക്കുവാനായി നിർബന്ധിക്കുന്നത് നമുക്കറിയാം. നല്ല ശിക്ഷണത്തിൽ വളർത്തുന്നത് നമുക്കറിയാം. എന്തിനാണ് ഇങ്ങനെ ശിക്ഷണത്തിൽ വളർത്തി നല്ല രീതിയിൽ പോകുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നത്? കാരണം മാതാപിതാക്കൾക്ക് നേടുവാൻ കഴിയാത്ത, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നേടുവാൻ കഴിയാത്ത പലതും മക്കളായിട്ട് നേടണം എന്നുള്ള അവരുടെ ഒരു വാശി. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരു അപ്പനും ഒരു അമ്മയും ഒരിക്കലും മക്കളെ ശിക്ഷിക്കുന്നത്. പക്ഷേ അതറിയുവാൻ നമ്മൾ പലപ്പോഴും താമസിച്ചു പോകാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, പലപ്പോഴും ഒരു അമ്മ കുഞ്ഞിനെ ഒക്കത്ത് വയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് അമ്മ നടക്കുന്നത്. എന്നാൽ ഒരപ്പൻ പലപ്പോഴും ആ കുഞ്ഞിനെ അപ്പൻ്റെ തോളത്ത് വയ്ക്കുവാനായിട്ടാണ് പലപ്പോഴും, അല്ലെങ്കിൽ തോളത്ത് കൊണ്ടു നടക്കുന്നതായിട്ടാണ് പലപ്പോഴും നാം കാണുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അമ്മ ഒക്കത്തിരുന്ന് കുഞ്ഞിനെ ഈ ലോകത്തിൻ്റെ നടക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പൻ ഈ ലോകം മുഴുവൻ അവനെ അല്ലെങ്കിൽ അവളെ തൻ്റെ ചുമലിലിരുത്തി ഈ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുവാനായി ആഗ്രഹിക്കുന്നു. അതാണ് ഒരു അപ്പനും ഒരു അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, നാം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മമാർ നമ്മളെ 10 മാസം ചുമന്ന് പ്രസവിച്ചു. ശരിയാണ്, അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് പ്രയാസപ്പെട്ടാണ്, ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നതും വളർത്തുന്നതും. എന്നാൽ ഒരു അപ്പൻ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്ന ഒരു ഗർഭമാണ് തൻ്റെ മക്കൾ എന്ന് നാം മറന്നു പോകരുത്. ഒരു കാലത്ത് പണമില്ലായിരുന്നു എങ്കിലും, ധാരാളം മക്കളുണ്ടായിരുന്നു ഒരു കുടുംബത്തിൽ എങ്കിലും, അന്ന് അവിടെ സ്നേഹമുണ്ടായിരുന്നു, ഒരുമയുണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ മക്കളെ പള്ളിയോട് ചേർത്ത്, ദൈവത്തോട് ചേർത്ത് വളർത്തിക്കൊണ്ടു വന്നിരുന്നു. ഇത്രയെല്ലാം ഞാൻ ഒരു അപ്പൻ്റെ മഹത്വം പറയുമ്പോൾ ഇന്നത്തെ തലമുറയിലെ അവസ്ഥയെ കൂടി പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. കാരണം ഇന്നത്തെ തലമുറ പലപ്പോഴും സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും സ്വത്ത് അടിച്ചു മാറ്റി അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട് ആക്കുന്ന, അല്ലെങ്കിൽ വഴിവക്കിൽ ഇറക്കി വിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പ്രവണത ഇന്ന് കൂടി വരികയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ന്യൂജൻ ജനറേഷന് ഒരു മിഥ്യാധാരണയുണ്ട്, നല്ല ടോയ്കൾ വാങ്ങിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ നല്ല TV ഷോകൾ കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ കുറെ പണം മുടക്കിയാൽ, നല്ല സ്കൂളിൽ വിട്ടാൽ, കാത്തലിക് സ്കൂളിലേക്ക് വിട്ടാൽ കുട്ടികളെല്ലാം നേരെയായിക്കോളും എന്ന ഒരു മിഥ്യാധാരണ അവർക്കുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അത് തിരുത്തണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്. എൻ്റെ 30 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് കാത്തലിക് സ്കൂളിൽ വിട്ടതുകൊണ്ടോ പബ്ലിക് സ്കൂളിൽ വിട്ടതുകൊണ്ടോ ഒരു കുട്ടി നന്നാവണം എന്ന്, ചീത്തയാവണമെന്നോ നിർബന്ധമില്ല. നാം കുഞ്ഞുങ്ങളെ കുടുംബത്തിൽ എങ്ങനെ വളർത്തുന്നു എന്നതിനനുസരിച്ചാണ് ആ കുട്ടിയുടെ ഫോർമേഷൻ നടക്കുന്നത്. പ്രസിദ്ധനായ ചാൾസ് വാട്സ്വർത്ത് ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മകൻ അപ്പൻ പറയുന്നത് ശരി എന്ന് അംഗീകരിക്കുന്നത്, ആ മകന് ഒരു മകനുണ്ടായി, ആ മകൻ അപ്പൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മാത്രമാണ് ഒരു മകൻ അവൻ്റെ അപ്പൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്ന്. എത്രയോ വാസ്തവമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് അവസ്ഥ നേരെ മറിച്ചാണ്. ഞാൻ നേരിൽ കണ്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോക ഫുട്ബോൾ ദിനം വന്നു. അന്ന് TV-യിൽ ഫുട്ബോൾ മാച്ച് കാണുവാനായിട്ട് കുർബാന കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ കുർബാന മധ്യേ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുപോയി TV കാണിക്ക് ഫുട്ബോൾ മാച്ച് കാണുവാനായി കൊണ്ടുപോയതായി എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, എന്താണ് നാം ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്?
എത്രയോ മാതാപിതാക്കളാണ് ഇന്ന് മക്കളോട് കുടിക്കരുത്, വലിക്കരുത്, ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് പറയുകയും പലപ്പോഴും കുടിക്കരുത്, വലിക്കരുത് എന്ന് പറയുന്ന മാതാപിതാക്കൾ തന്നെ ഒരു പാർട്ടിയിൽ കുടിച്ച് കൂത്താടി ഒരു ലക്കും ലഗാനുമില്ലാതെ തിരികെ പോകുന്ന അവസ്ഥ ഈ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടായാൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവർ നമ്മളെ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മളോട് തിരിച്ച് ഈ ചോദിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഫാദേഴ്സ് ഡേയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തുക, പള്ളിയോട് ചേർത്ത് നിർത്തുക. നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ചേർച്ചയുണ്ടാവണം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കുന്നതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ ദീർഘായുസ് ആഗ്രഹിക്കാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല. ദീർഘായുസ് അനുഭവിക്കുവാനായിട്ടുള്ള ഒരു മാർഗമാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. ഈ ലോകം എന്ത് നമുക്ക് വെച്ച് നീട്ടിയാലും, ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നാലും, ജോഷുവ ദൈവത്തോട് പറഞ്ഞതുപോലെ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഈ ലോകത്തിൽ എന്തെല്ലാം നടന്നാലും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സ്നേഹിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന ഒരു തീരുമാനം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറ്റൊരു വചനം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് 3 യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല എന്ന് വചനം നമ്മളോട് പറയുന്നു. മക്കൾ സത്യത്തിലൂടെ നടക്കുന്നു, മക്കൾ നല്ലതായി ജീവിക്കുന്നു, മക്കൾ നേരെ വഴിക്ക് പോകുന്നു, ശരിയായ ട്രാക്കിൽ കൂടി പോകുന്നു എന്ന് അറിയുന്നതിനേക്കാൾ നല്ലതായി, സന്തോഷകരമായി മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കേണ്ടതായിട്ടില്ല. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് കേൾക്കേണ്ടത്? നമ്മുടെ മക്കൾ ശരിയായ ട്രാക്കിൽ കൂടി പോകുന്നു, ശരിയായ രീതിയിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ, അറിയുന്നതിനേക്കാൾ മറ്റെന്ത് സന്തോഷമാണ് ഒരു മാതാപിതാക്കൾക്ക് കിട്ടുവാനുള്ളത്? ഇന്നത്തെ തലമുറയോട് ദൈവം പറയുന്ന ചില വചനങ്ങൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ പുതിയ തലമുറ പലപ്പോഴും മാതാപിതാക്കളെ വിസ്മരിക്കുന്ന, അപ്പനെ ബഹുമാനിക്കാത്ത ഒരു തലമുറയായി വളർന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം എക്സെപ്ഷനുമുണ്ട്. എല്ലാ മാതാപിതാക്കളുടെ മക്കളും അല്ലെങ്കിൽ എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല ഞാനിവിടെ വിവക്ഷിക്കുന്നത്. ചില മാതാപിതാക്കൾ വളരെ നന്നായി ജീവിക്കുകയും വളരെ നല്ല വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്ത് മക്കൾക്ക് മാതൃകയായി ജീവിക്കുന്ന പല മാതാപിതാക്കളുടെയും മക്കൾ പലപ്പോഴും ട്രാക്ക് തെറ്റി പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആരുടെ കുറ്റം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആരുടെയും കുറ്റം കൊണ്ടല്ല. ദൈവത്തിന് അവരുടെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് ഉറക്കെ വിശ്വാസമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മക്കളോട്, ഇന്നത്തെ പുതിയ ജനറേഷനോട് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്: മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖം ഉണ്ടാക്കരുത്. എന്നാൽ ഇന്ന് പല മക്കളും അപ്പനെ ഹീറോയായി കണ്ടിരുന്ന അപ്പനെ വെറും സീറോയായി ഇന്ന് കണ്ടുകൊണ്ട് മക്കൾ അപ്പനെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച മാതാപിതാക്കളെ അവർക്ക് വാർദ്ധക്യമായപ്പോൾ അവരെ വെറും സീറോയായി കണക്ക് കൂട്ടുന്ന, ബഹുമാനിക്കാതിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ആ മക്കളോടായി എനിക്ക് പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ: ദൈവം ആഗ്രഹിക്കുന്നത് മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക.
പിതാവിന് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിതാവിന് ആവശ്യമുണ്ടോ എന്നെങ്കിലും ചോദിക്കണം. മരിക്കുന്നതുവരെ അവന് ദുഃഖം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ പിതാവിന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ഇങ്ങനെ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഒരു മകൻ അപ്പനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഏതൊരു മക്കളുടെയും ഹീറോയാണ് അവരുടെ അപ്പൻ. എന്നാൽ ആ അപ്പനെ വെറും സീറോയാക്കി അമ്മമാർ ചിലപ്പോൾ കാണിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സീറോയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. പ്രിയ അമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്ര പണമില്ലാത്തവരായാലും, അമേരിക്കയെ സംബന്ധിച്ച് പ്രിയ അമ്മമാരെ, പലപ്പോഴും നിങ്ങളായിരിക്കും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവർ. നിങ്ങൾക്കായിരിക്കും ഒരു ഭർത്താവിനേക്കാൾ കൂടുതൽ പൈസ ഉള്ളവരും നല്ല ജോലിയുള്ളവരും. ഒരു അപ്പനെ നിങ്ങൾ എങ്ങനെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് മക്കൾ അപ്പനെ ബഹുമാനിക്കുന്നത്. പ്രിയ അമ്മമാരെ, ഈ ഫാദേഴ്സ് ഡേയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പൻ്റെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കരുത്, അപ്പനുണ്ടാക്കുന്ന പൈസയുടെ മാനദണ്ഡത്തിൽ ആയിരിക്കരുത് നിങ്ങൾ ഒരു അപ്പനെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ബഹുമാനിക്കുകയും കുട്ടികളുടെ മുമ്പിൽ അവരുടെ അപ്പനെ പറ്റി ബഹുമാനത്തോടെ മാത്രം സംസാരിക്കുകയും ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ഒരു കുട്ടി അവൻ്റെ അപ്പന് കൊടുക്കുന്നത്. പ്രിയ അമ്മമാരെ, നിങ്ങൾ വിചാരിച്ചാൽ ഒരു അപ്പനെ ഹീറോയാക്കാനും സീറോയാക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. മാതാപിതാക്കളാണ് നമ്മുടെ കാണപ്പെടുന്ന ദൈവങ്ങൾ. അവരെ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിക്കുക എന്നത്, അവരെ സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു മകൻ്റെയും മകളുടെയും കടമയാണ്. ഇങ്ങനെ സ്നേഹത്തിലും ഐക്യത്തിലും വളർന്നു വരുന്ന നസറത്തിലെ കുടുംബം പോലെ വളർന്നു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളുടെ കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം വളർന്നു വരുവാനും ശക്തി പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു കുടുംബമായി വളർന്നു വരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള കൃപാവരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ചുരുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.